ഗതാഗത വകുപ്പിൽ കടുത്ത ഭരണസ്തംഭനം. മോട്ടോർ വാഹന വകുപ്പിൽ കൃത്യമായ സ്ഥാനക്കയറ്റം നടപ്പാക്കാത്തത് മൂലം RTOമാരുടെ തസ്തികകൾ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളം ഒഴിഞ്ഞുകിടക്കുകയാണ്. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ഫയൽ നീക്കം മന്ദഗതിയിലായതോടെ വകുപ്പിന്റെ പ്രവർത്തനം താളം തെറ്റി. പ്രശാന്ത് ശങ്കരമംഗലത്ത് വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് മോട്ടോർ വാഹന വകുപ്പിൽ രൂപപ്പെട്ടിരിക്കുന്നത്? കൃത്യമായ തസ്തികകളിലേക്ക് നിയമനം നടക്കാത്തതാണോ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നത് ഓരോ ദിവസം കഴിയുന്തോറും? ഗൗതം, കടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിനുള്ളത്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അടക്കമുള്ള തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ പ്രമോഷൻ അടക്കമുള്ള നടപടികൾ അത് വൈകിപ്പിച്ചിരുന്നു. ഇത് വൈകിയതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വൈകിയതോടുകൂടിയാണ് കനത്ത പ്രതിസന്ധിയിലേക്ക് എത്തിയത്. ഭരണപരമായിട്ടുള്ളൊരു ഉദാസീനതയും അതോടൊപ്പം തന്നെ മറ്റ് തർക്കങ്ങളും ഉടലെടുത്തോടുകൂടിയാണ് ഈ മുൻഗണനാ പട്ടിക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രമോഷൻ അടക്കം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല ഏൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ടുള്ള അധിക ചുമതലകൾ ഏൽക്കേണ്ട ഒരു നിലയിലേക്കാണ് ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. മറ്റ് പല സ്ഥാപനങ്ങളിലെയും അധിക ചുമതലകളോടുകൂടി ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് എത്തി. അത് മറ്റ് വകുപ്പുകളിലെ ഇതോടുകൂടി തന്നെ കടുത്ത പ്രതിസന്ധി രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ പ്രതിസന്ധി ഉടലെടുത്തോടുകൂടി തന്നെ സാധാരണക്കാർക്ക് എത്തുന്നതിനും സാധാരണക്കാർക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതടക്കം വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ഇത്തരത്തിൽ ലൈസൻസുമായി ബന്ധപ്പെട്ടായാലും ശരി, മറ്റ് ആവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് ഈ RTOയെ സമീപിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ അവിടേക്ക് ഈ വേണ്ടത്ര ഉദ്യോഗസ്ഥർ ഇല്ലാത്തതോ വന്നതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി സമാനമായ ഒരു സാഹചര്യമാണ് തുടരുന്നത്. നേരത്തെ പലതവണ ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഷോർട്ടേജ് പരിഹരിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉയർന്നെങ്കിൽ പോലും അത് നടപടിയായി വരുന്നതിന് വലിയ രീതിയിൽ കാലതാമസം എടുത്തതോടുകൂടി തന്നെ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തു. നിലവിൽ RTO തസ്തിക അടക്കമുള്ള വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെ നിയമനം കൃത്യമായി നടക്കാതെ വന്നതോടും അതോടൊപ്പം തന്നെ വ്യക്തമാണ്. എന്തായാലും ഗതാഗത വകുപ്പിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുന്നു. തസ്തികകളും മറ്റും കൃത്യമായ നിയമനം നടത്താത്തതാണ് ഈ ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.